അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഹാബിസം പിളർന്നപ്പോൾ സുന്നി പണ്ഡിതന്മാരുടെ ജോലിഭാരം കുറഞ്ഞു. വഹാബിസം പിളർന്ന ഉടനെ അവർ പരസ്പരം മുശ്രിക്കാക്കിയിരുന്നത്, അവർ പരസ്പരം തർക്കിച്ചിരുന്നത് ജിന്നിനെയും പിശാചിനെയും ദേവീദേവന്മാരെയും ആരാധിക്കാൻ പറ്റുമോ, ആരാധിച്ചാൽ ഉത്തരം കിട്ടുമോ, കിട്ടില്ലേ എന്ന വിഷയത്തിലായിരുന്നു. ഒരു ഭാഗം ഉത്തരം കിട്ടുമെന്ന് പറയുമ്പോൾ മറുഭാഗം ഉത്തരം കിട്ടുകയില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇതിന്റെ പേരിലാണ് കോഴിച്ചനയിലും പത്തപ്പിരിയത്തുമൊക്കെ സംവാദങ്ങളും കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ ഖണ്ഡനങ്ങളും മുഖാമുഖങ്ങളും നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഖബറാളിയോട് സഹായം ചോദിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്ന വിഷയത്തിലാണ് വഹാബികൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കതിയായ സന്തോഷമുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് ഒരു സ്വഹാബി മഴയില്ലാതെ വിഷമിച്ചപ്പോൾ മഴ ആവശ്യപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ ചെയ്തു. ആ സംഭവം സുന്നികൾ പലയിടങ്ങളിലും എടുത്തു കാണിച്ചപ്പോൾ ആ ഹദീസ് ദുർബലമാണെന്നും ആ ഹദീസിന്റെ നിവേദകരിൽ ഇല്ലാത്തൊരാളുടെ പേര് പറഞ്ഞുകൊണ്ട് അയാളെ ഹദീസിന്റെ വിഷയത്തിൽ അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു ഈ വഹാബികളുടെ പരിപാടി. ഇപ്പോൾ കളം മാറ്റിച്ചവിട്ടുകയാണ്. തൗഹീദിന്റെ മാറ്റൊലികൾ വഹാബി കേന്ദ്രങ്ങളിലേക്ക് അടിച്ചു വീശുകയാണ്. നമുക്കതിലോട്ട് പോകാം. സൈഫും പറഞ്ഞിട്ടില്ല ഖബറിനെ പോയി മഴ തേടിയില്ല, അങ്ങനെ എവിടെയുമില്ല. അതുകൊണ്ട് അതില്ലാത്താണ്. അത് പച്ച നുണയാണ്. ഫൈസൽ മൗലവിയെ സംബന്ധിച്ചിടത്തോളം 2 മിനിറ്റ് സംസാരിക്കണമെങ്കിൽ 4 കളവ് പറയണം. അതെല്ലാ പ്രസംഗത്തിലും അദ്ദേഹത്തിന്റെ ഒരു മാറ്ററാണ്. കാരണം എല്ലാവരെക്കാളും കൂടുതൽ റെക്സോണ സോപ്പ് സമ്മാനമായി എനിക്ക് കിട്ടണം എന്ന ഒരു ചിന്തയാണ് ഫൈസൽ മൗലവിക്കുള്ളത്. ഇവരൊക്കെ കേരളത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് സൈഫ് എന്നയാൾ ഹദീസ് നിവേദകരിൽപ്പെട്ടവരാണ്, അയാൾ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറ്റി സൈഫ് എന്നയാൾ സ്വഹാബിയാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പച്ച നുണ പറയുന്നത്. അപ്പോൾ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഇബ്നു കസീർ തുടങ്ങിയവർ കള്ളം പറഞ്ഞതാണോ? ഫൈസൽ മൗലവി മാത്രമാണോ ഒരു കളവ് പറയാത്ത സത്യസന്ധൻ എന്നുകൂടി ശ്രോതാക്കൾ ചിന്തിച്ചുകൊണ്ട് ബാക്കി കേൾക്കുക. ഇനി ഒരാൾ വന്ന് പറഞ്ഞു അത് ശിർക്കാണോ? അത് ശിർക്കല്ല, അത് ഇസ്തിഗാസയുമല്ല, അത് ഇസ്തിഗാസയുമല്ല, അത് തവസ്സുലാണ്. അത് തവസ്സുലാണ്, ഇസ്തിഗാസയല്ല. അത് മുജാഹിദ് പ്രസ്ഥാനം എല്ലാ കാലത്തും പഠിപ്പിച്ചിട്ടുണ്ട്. വഹാബികളെ മൂക്കത്ത് വിരൽ വെക്കണ്ട. ഫൈസൽ മൗലവി റെക്സോണ സോപ്പ് സമ്മാനം കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. നിങ്ങൾക്ക് തന്നെ അറിയാലോ അത് ശിർക്കാണെന്ന് ഇപ്പോഴും പറഞ്ഞു നടക്കുന്നവരുണ്ടല്ലോ, അത് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് തന്നെ അത് മൈൻഡാക്കണ്ട, ബാക്കി കേൾക്കാം. KP മുഹമ്മദ് മൗലവി മുജാഹിദ് പ്രസ്ഥാനത്തിൽ 25 കൊല്ലം KNM ജനറൽ സെക്രട്ടറിയായ മഹാനായ പണ്ഡിതൻ, അല്ലാഹു റഹ്മഹു, അദ്ദേഹത്തിന്റെ അത്തവസ്സുൽ എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഈ സംഭവം കൊടുത്തത്. KP മുഹമ്മദ് മൗലവിയെ എല്ലാ മുജാഹിദും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ കാലം വരെയുള്ളത് സുവർണ്ണ കാലമാണ്. അവിടെ നിങ്ങളുടെ കുത്തിരിപ്പൊക്കെ തുടങ്ങിയത്. ആ KP മുഹമ്മദ് മൗലവി 2 പുസ്തകം എഴുതി. ഒന്ന് അൽ ഇസ്തിഗാസ, 2 അത്തവസ്സുൽ. ഇസ്തിഗാസയെ കുറിച്ചൊരു പുസ്തകം, തവസ്സുലിനെ കുറിച്ചൊരു പുസ്തകം KNM ആണ് പ്രസിദ്ധീകരിച്ചത്. അതിൽ KP മുഹമ്മദ് മൗലവി തവസ്സുൽ എന്ന പുസ്തകത്തിലെ വിഷയം കൊണ്ടുവരുന്നത് തവസ്സുലായിട്ടേ പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുള്ളൂ. നിങ്ങളത് ഇസ്തിഗാസ എന്ന് പേരിട്ടാലും, ഇനി അത് തവസ്സുൽ എന്ന് നിങ്ങൾ പേരിട്ടാലും, ഇനി കട്ടൻ ചായ എന്ന് പേരിട്ടാലും, പ്രാർത്ഥനയാണെന്ന് പേരിട്ടാലും, ആരാധനയാണെന്ന് പേരിട്ടാലും ഞങ്ങൾക്കൊരു വിരോധമില്ല. ഇവിടെ പേരിലല്ല പ്രശ്നം. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടാൻ പാടില്ല, അത് ശിർക്കാണ് എന്നായിരുന്നു നിങ്ങളൊക്കെ മുമ്പ് പറഞ്ഞതെങ്കിൽ അത് ശിർക്കല്ല എന്ന് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിച്ചിരിക്കുന്നു. ഇനി ഇൻഷാ അല്ലാഹ് ഖുതുബിയത്തും ശിർക്കല്ല എന്ന് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും. അത് നിങ്ങളെ കൊണ്ടൊക്കെ ഞങ്ങൾ ചൊല്ലിപ്പിക്കും. ഹദ്ദാദൊക്കെ നിങ്ങൾ ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്.
അതുപോലെ കുത്തുബിയത്തും നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ചൊല്ലിപ്പിക്കും. KP മുഹമ്മദ് മൗലവി പണ്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ശിർക്കല്ല അല്ലേ? അന്ന് KP മുഹമ്മദ് മൗലവി പറഞ്ഞത് ശിർക്കൻ ആശയങ്ങളാണ്, അയാള് തൗഹീദ് വിരുദ്ധനാണ് എന്ന രൂപത്തിലാണ് നിങ്ങൾ കവലകളിൽ പോയി ഓരിയിട്ടതെങ്കിൽ, KP മുഹമ്മദ് മൗലവി പറഞ്ഞതൊക്കെ മറച്ചു വെച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ KNM പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ KP മുഹമ്മദ് മൗലവിയും അത് ശിർക്കല്ല എന്ന് പറഞ്ഞതായി നിങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. മുജാഹിദ് പിളർന്നതിന്റെ ഗുണഫലങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനെ എതിർത്തുകൊണ്ട് നമ്മുടെ അനസ് മൗലവി പറയുന്നത് കേൾക്കാം. പുതിയ വാദപ്രകാരം നബിയുടെ ഖബറിന്റെ അടുക്കൽ പോയി വിളിച്ചാൽ അത് ശിർക്കല്ല. ഞാൻ ആദ്യം കേട്ടപ്പോ വിചാരിച്ചു ഇയാൾക്കെന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയതാകും, മനുഷ്യന്മാരല്ലേ. പക്ഷെ ഇപ്പോ നോക്കുമ്പോ തെളിവോട് തെളിവ് ഞാൻ പറയുന്നു, വിസ്റ്റം കുബൂരികളോട്, നിങ്ങൾ ഈ വിശ്വാസം കേരളത്തിന്റെ മണ്ണിൽ ഇറക്കാമെന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ അവസാന കുട്ടിയും ആ കുട്ടിയുടെ തലയും മണ്ണിൽ കുത്തിയിട്ടല്ലാതെ ഈ പിഴച്ചവാദം ഒരു LBI കമ്പനിക്കും കേരളത്തിന്റെ മണ്ണിൽ തൊടിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ആധികാരികമായി പ്രഖ്യാപിക്കുകയാണ്. എന്താ ആവേശം! തൊടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളുടെ അവസാനത്തെ കുട്ടിയുടെ തലയും മണ്ണിൽ കുത്തിയിട്ടല്ലാതെ നിങ്ങൾക്കത് സാധിക്കുകയില്ല. മാസിലൊക്കെ പെരുപ്പിച്ച് കാണിച്ചാണ് നമ്മുടെ അനസ് മൗലവി വെല്ലുവിളിക്കുന്നത്. ആരെയാ വെല്ലുവിളിക്കുന്നത്? സുന്നികളെയാണോ? അല്ല, മുജാഹിദുകാരെ തന്നെയാ വെല്ലുവിളിക്കുന്നത്. ഖബറാളിയോട് തേടുന്നവരാണവർ, തേടിയാൽ ശിർക്കല്ല എന്ന് പറയുന്നവരാണവർ. അത് ഞങ്ങൾ അനുവദിക്കുകയില്ല, നിങ്ങളെ പേച്ച വിശ്വാസം എന്നാണ് അനസ് പറയുന്നത്. ഇത് കേട്ട ഹനീഫ കായക്കൊടിക്ക് ചൂടായി. ഹനീഫ കായക്കൊടി പറയുന്നത് കേൾക്കാം. മുജാഹിദുകളോട് തൗഹീദ് പറയേണ്ടി വന്നു. എന്തേ കാരണം? എന്താ കാരണം ഹനീഫ കായക്കൊടി ഒന്ന് പറ. മുജാഹിദുകൾ വിശ്വസിച്ച തൗഹീദിൽ, ഈ കാലം വരെ മുജാഹിദ് പണ്ഡിതന്മാർ ഈ സമൂഹത്തെ പഠിപ്പിച്ച തൗഹീദിൽ വെള്ളം ചേർക്കുവാനും ആ തൗഹീദിൽ നിന്ന് ആളുകളെ അകറ്റുവാനുമുള്ള അതിനിഗൂഢമായ ശ്രമം പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായപ്പോഴാണ് മുജാഹിദുകളോട് തന്നെ എന്താണ് തൗഹീദ് എന്ന് പഠിപ്പിക്കാൻ ആരംഭിച്ചത്. ഇസ്ലാം പഠിപ്പിച്ച തൗഹീദല്ല, മുജാഹിദ് പണ്ഡിതന്മാർ പഠിപ്പിച്ച തൗഹീദില് ആരൊക്കെയോ ചേർന്ന് വെള്ളം ചേർത്ത്. അപ്പോഴാണ് ഹനീഫ കായക്കൊടി രോഷാകുലനായത്. അതെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? ഇരുളിന്റെ മറവില് തപ്പിത്തടഞ്ഞിട്ട് ജിന്നിനോട് പ്രാർത്ഥിച്ച ശിർക്കാവൂലാന്ന് ചില ടീം പറയുന്നുണ്ട്. വിഷ്ടം എന്നാണ് അവരുടെ പേര്. അവര് വെള്ളം ചേർത്തു എന്നായി പറയുന്നത്. വെള്ളം ചേർത്തു എന്ന് പറഞ്ഞപ്പോ സക്കരിയ സ്വലാഹിക്ക് ചൂടായി. സക്കരിയ സ്വലാഹിയുടെ വാദം അദ്ദേഹം തന്നെ പറയുന്നത് നിങ്ങൾ കേൾക്കുക. പറയട്ടെ. മൊയ്തീൻ ശൈഖിനോട് ചോദിച്ചാൽ മൊയ്തീൻ ശൈഖ് മരിച്ച ആളാണ്, അയാൾക്ക് അങ്ങനെ കഴിവില്ല, ഇല്ലാത്ത കഴിവാ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ അഭൗതിക വിശ്വാസം വരും. കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ അഖസാകായത്തിൽ ഖുദൂഅത്തദല്ലുൽ വരൂല. പുഴയുടെ കരക്ക് നിൽക്കുന്ന ജോസഫിനെ വിളിച്ചാല്, സഹായം ചോദിച്ചാല് അഭൗതികത വരൂല. അതുകൊണ്ട് പ്രാർത്ഥനയല്ല, അത് ശിർക്കല്ല. ഇതുപോലെയാണ് ജിന്നിനോട് ചോദിക്കല്. അഥവാ ജോസഫിനോട് സഹായം ചോദിക്കുന്നത് പോലെ ജിന്നിനോട് സഹായം ചോദിക്കൽ ഹലാലാണ് എന്നാണ് ഈ മൗലവി പറയുന്നത്. എന്നാൽ മുഹീദ്ദീൻ ഷെയ്ഖിനോട് സഹായം ചോദിക്കാൻ പറ്റൂല. കാരണം മുഹീദ്ദീൻ ഷെയ്ഖ് മരിച്ചയാളാണ്. അതുകൊണ്ട് അത് പ്രാർത്ഥനയാകും, അത് ശിർക്കാകും എന്നാണ് സക്കരിയ സ്വലാഹി പറയുന്നത്. ഇത് ശരിയാണോ ഹനീഫ കായക്കൊടി? നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി, ഞാൻ പറയുന്നില്ല. ഒരു തെളിവില്ല. പറയൂ മുജാഹിദികളെ, ഇങ്ങനെ ഒരു വാദം ഒരാളെ പ്രചരിപ്പിക്കുമ്പോ അതിനെതിരെ ഈ മുജാഹിദികളുടെ മുമ്പിൽ മൈക്ക് കെട്ടി തൗഹീദിന്റെ ആയത്ത് ഓതണ്ടേ? ഇത് ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കണ്ടേ? തീർച്ചയായും പറയൂ മുജാഹിദുകളെ. മരിക്കലും മരിക്കാതിരിക്കലുമല്ല ഒരു കാര്യം ശിർക്കാവാനും ശിർക്കാവാതിരിക്കാനും, ഒരു കാര്യം പ്രാർത്ഥന ആവാനും ആവാതിരിക്കാനുമുള്ള മാനദണ്ഡം. ഹനീഫ കായക്കൊടി എന്ന് മാത്രമല്ല, സക്കരിയ സ്വലാഹിയാണ് വിട്ടം ജിന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും പറയുന്നത് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മടക്ക് തേടിയാൽ ശിർക്കാവുകയില്ല എന്നാണ്. ഹനീഫ കായക്കൊടിയും ഫൈസൽ മൗലവിയും
സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയും ഒക്കെ സക്കരിയ സ്വലാഹിക്ക് എതിരായി. എന്നാൽ അലീഫ കാക്കുടി ഇവിടെ വേറെ പ്രശ്നമുണ്ട്. സക്കരിയ സ്വലാഹി മരിച്ചുപോയി. അതുകൊണ്ട് ജീവിച്ചിരിപ്പുള്ള ഒരാളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്ക് വേണ്ടി തേടിയാ ശിർക്കാവൂല എന്ന് പറഞ്ഞതിന്റെ പേരില് ഞങ്ങളെ നിങ്ങളൊക്കെ കൂടി പണ്ട് വിളിച്ചതുപോലെ ഞാൻ പറയുന്നു വിസ്റ്റം കുബൂരികളോട് അയാൾക്കൊന്ന് നിങ്ങൾ തിരുത്തി കൊടുക്കണം. ഹനീഫ കായക്കൊടിയും അനസ് മൗലവിയും ഇപ്പോൾ രണ്ട് തട്ടിലാണ്. ഒരേ പ്രസ്ഥാനത്തിലുള്ള രണ്ടു പേർക്ക് രണ്ട് തൗഹീദ് ഉള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓരോരുത്തർക്ക് ഓരോ തൗഹീദ്. ഇങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? മുസ്ലിമീങ്ങളെ ചിന്തിക്കുക. വഹാബിസത്തിൽ അറിയാതെ പെട്ടുപോയവർ ഉടനെ തന്നെ രാജിവെച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം മുജാഹിദ് ബാലുശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കട്ടപ്പുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.